ധാരാളമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കമാൻഡ്സാണ് കൺട്രോൾ സി കോപ്പി എന്നതിനും കൺട്രോൾ വി പേസ്റ്റ് എന്നതിനും ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് കോപ്പി കമാൻഡ് കോപ്പിയും പേസ്റ്റും നടത്താനായിട്ട് സാധിക്കും. ഇതിനായിട്ട് കീബോർഡിൻ്റെയും മൗസിൻ്റെയും ഒരു പ്രത്യേക കോമ്പിനേഷനിലൂടെ, അതായത് ആവശ്യമായിട്ടുള്ള സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഒരു കോപ്പി വേണം, അതായത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിൽ കൺട്രോൾ പിടിക്കുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഡ്രാഗ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി കിട്ടും. ഇപ്പോൾ ടെക്സ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ഇങ്ങനെ കോപ്പി ചെയ്ത് വയ്ക്കാം. കണ്ടോ? ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ ഞാനൊരു ഒബ്ജക്റ്റ് ഒരു ടേബിൾ ഇൻസെർട്ട് ചെയ്തു. ഒരു ടേബിൾ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ടേബിളിൻ്റെ ഒരു കോപ്പി വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ കീ പിടിക്കുക, ഡ്രാഗ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കോപ്പി ലഭിക്കുന്നതാണ്. ഏത് ഒബ്ജക്റ്റുകളും ഇതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും. ഒബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിത്രങ്ങളോ ഷേപ്പുകളോ മറ്റോ. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഷേപ്പ് സെലക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കോപ്പി വേണം, കൺട്രോൾ കീ പിടിക്കുക, ഡ്രാഗ് ചെയ്ത് വയ്ക്കുക. കണ്ടോ? ആവശ്യാനുസരണം ഇത് കോപ്പി പേസ്റ്റ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ആവശ്യാനുസരണം കോപ്പി ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തിട്ടും നമുക്ക് കോപ്പി ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും. കണ്ടോ? വളരെയധികം രസകരമായിട്ടുള്ള അലൈൻമെൻറ്റ്സിലൂടെയും കാര്യങ്ങളിലൂടെയും ഇത് നമുക്ക് നിർവഹിക്കാനായിട്ട് സാധിക്കും.